വർക്കല പുന്നമൂട് ധന്യവിഹാറിൽ ഷിബീന്ദിന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. നിരവധി കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഷിബീന്ദ്രകുമാർ കൂലിപ്പണി ചെയ്തു വരുന്ന അവസരത്തിൽ മറ്റൊരു വരുമാന മാർഗമായി നടത്തി വന്ന കോഴി ഫാമിനാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെയൊന്നും ഇപ്പൊ ഈ ഗിനിയോ ടർക്കിയോ തലശ്ശേരി നാടൻ കോഴികളൊന്നും ഇല്ല. അപ്പൊ ഇതിന് വലിയ രീതിയിലൊരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഈ തലശ്ശേരിയെങ്കിൽ അതിനൊരു 100 എണ്ണത്തിനൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് ഇപ്പം കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ മുട്ടയായിട്ട് വിളിക്കപ്പെടുക. ഇപ്പൊ ഇവിടെ ചന്തയിൽ കൊണ്ടുവരുന്ന സാധാ കോഴികളെ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതൊരു വലിയൊരു ഫാം ആക്കി ഇപ്പൊ എൻ്റെ താറാവുകൾ പലയിനം കോഴികളുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ അടയിരിക്കുക അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ വിരിയിച്ച് വിൽപ്പന നടത്താനൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. ഇതിപ്പം എല്ലാം ഇപ്പം ഒരുവിധം വളർന്ന് മുട്ടയിടാറായതെല്ലാം കംപ്ലീറ്റും മരിച്ച്. ഇനിയിപ്പം എന്ത് ചെയ്യാം, ഒന്നേന്നും പറഞ്ഞ് വലിയ കൂടൊക്കെ ഒന്ന് അടിച്ച് ഒന്നേന്നും പറഞ്ഞ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ലോൺ മുനിസിപ്പാലിറ്റി വഴിയിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് ഇൻക്യുബേറ്ററും കാര്യങ്ങളൊക്കെ മേടിച്ച് വലിയ രീതിയിൽ ചെയ്യാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ പുതിയതായിട്ട് ഒന്നേന്നും പറഞ്ഞ് തുടങ്ങണം. ഈ മതിൽ ചാടി ഇത്രയും പട്ടികൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. കീരി നമ്മൾ കയറാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളെ ചെയ്തിട്ടുള്ളൂ കൂട്ടിൽ. ഇതിപ്പം ഡോറ് വരെ കടിച്ച് വലിച്ച് എടുത്തേക്കായിരുന്നു. ഇപ്പൊ രാവിലെ അമ്മ സൗണ്ടൊക്കെ കേട്ടു. അപ്പൊ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത്രയും പട്ടിയിരിക്കുന്ന സമയത്ത് ഇനി നമ്മളെയും കൂടി കയറി കടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങാത്തത്. ഇനിയിപ്പോൾ ഒരു 2-3 എണ്ണത്തിന് ജീവനുണ്ട്, അതും പകുതി ജീവനേ ഉള്ളൂ. ചിറവൊക്കെ കടിച്ച് ഓടിച്ചൊക്കെയാണ്. ഇപ്പൊ എന്തെന്ന് പറഞ്ഞ് തുടങ്ങണം. ഈ ഒരു പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു എന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒന്നാമത്തെ കാര്യം, പിന്നോട് മാർക്കറ്റിൽ ഫുഡ് വേസ്റ്റുകൾ ധാരാളം കൊണ്ടുവന്നിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ തെരുവ് പട്ടികൾ ഇത്രത്തോളം ഇവിടെ തന്നെ കൂട്ടം കൂടി ഇങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു കാരണവും. അപ്പം ഏകദേശം 1 വർഷത്തോളം കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. എല്ലാ കോഴികളും തന്നെ മുട്ടയിടാൻ പരുവമായി ആയിരിക്കുന്ന കോഴികൾ 800-900 രൂപയോളം വില വരുന്ന നാടൻ പൂവൻ കോഴികൾ, അതുപോലെ തന്നെ 1000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഈ വെറൈറ്റി ആയിട്ടുള്ള കോഴികളും ഇതെല്ലാം കൂടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇന്നിപ്പം ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നമുക്കിന്നിപ്പോൾ രാവിലെ കാണാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 50-60 ഇടയ്ക്ക് കോഴികൾ ഇന്ന് ഒറ്റയടിക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ട് പട്ടികൾ കടിച്ച് കൊന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഹോട്ടലുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും ഒക്കെ അവിടെ ഫുഡ് വേസ്റ്റുകൾ ധാരാളമായിട്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് തിന്നാനും വേണ്ടിയിട്ടാണ് ഈ പട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ തമ്പടിച്ച് കിടക്കുന്നത്. അപ്പം ഇതിപ്പോൾ പല ആവർത്തി ഇങ്ങനെ അവസ്ഥകൾ പല വീട്ടുകൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞതൊക്കെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് രാത്രിയാണ് വന്ന് ഇതിന് വേണമെന്ന പരിചരണങ്ങൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് കൊടുക്കുന്നത്. മറ്റേ കടകളിലും മറ്റും പോയി വേസ്റ്റിൽ എടുത്തുകൊണ്ട് വന്നും ഒക്കെയാണ് കോഴികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പുറത്ത് വിടാതെ ഇതിന് ഈ കോമ്പൗണ്ടിനകത്ത് 4 ചുറ്റും മതിലുള്ള വരയിടവും കൂടിയാണ്. എന്നിട്ടുമാണ് പട്ടികൾ മതിൽ ചാടി വന്നാണ് കൂട്ടത്തോടെ, എനിക്കൊരു 10-15 കൂടുതൽ പട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. വെളുപ്പാങ്കാലത്ത് 4-4:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ വിവിധ ഇനത്തിലുള്ള വളർത്തുകോഴികൾ, നാടൻ കോഴികൾ, തലശ്ശേരി നാടൻ ടർക്കി, ഗിനി, റെയിൻബോ, ബൂസ്റ്റർ, കരിങ്കോഴി എന്നിങ്ങനെ 180ഓളം കോഴികളുണ്ടായിരുന്നു. 50ഓളം കോഴികളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നതെന്ന് വീട്ടുകാർ പറയുന്നത്. ഭാരത് വിഷൻ, വർക്കല.